So hi friends, നമ്മളിപ്പം അഞ്ചാമത്തെ വീഡിയോ ആണിത്. ലീസ് മോഡിഫിക്കേഷൻ ഇൻ ദ ബുക്സ് ഓഫ് ലെസി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ്. സോ ലീസിനകത്ത് ഫോർ എക്സാമ്പിൾ ഇൻ ബിറ്റ്വീൻ ലീസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം കോൺട്രാക്ട് ഓഫ് ലീസ് അതെന്താണോ അതിനകത്ത് ചില ചേഞ്ചസ് വരാം. സോ ആ ചേഞ്ചസ് വരുമ്പം എങ്ങനെയാണ് ലെസി അതിനെ അവരുടെ ബുക്സിൽ ട്രീറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കാം. അപ്പം നമ്മളുടെ ഈ മോഡിഫിക്കേഷൻ നമുക്ക് മൂന്ന് രീതിയിലാണ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് ചേഞ്ച് ഇൻ കൺസിഡറേഷൻ. നമുക്ക് എന്താണോ ലീസ് പേയ്മെന്റ്സ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് അത് ഇൻക്രീസ് ചെയ്യുന്നതോ ഡിക്രീസ് ചെയ്യുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും ചേഞ്ച്. അതായത് നമ്മളിപ്പോ എന്താണ് COVID-19 ഇഷ്യൂ ഒക്കെ നമ്മൾ ഫേസ് ചെയ്തതാണ്. അപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിനകത്ത് ഇപ്പൊ എന്താണ്, അതുകൊണ്ട് നമ്മളുടെ ലാൻഡ് ലോഡ് വിചാരിക്കുവാണ് ഒരു നെക്സ്റ്റ് 6 മന്ത്സിലേക്കുള്ള ലീസ് റെന്റൽസ് കളക്ട് ചെയ്യണ്ട, അത് വേവ് ചെയ്യുവാണ്. അപ്പൊ എന്താണ്, ഒറിജിനലി നമ്മൾ ROU അസറ്റ് ലീസ് ലയബിലിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് എന്താണ് നമ്മുടെ ബുക്സിൽ നിൽപ്പുണ്ട്. സോ ഇപ്പൊ എന്ത് ചെയ്തു, ആ ടേം മോഡിഫൈ ആയിട്ടുണ്ട്. 6 മാസം ലീസ് റെന്റൽസ് വേണ്ട, സോ ഡിക്രീസ് ഇൻ ലീസ് റെന്റൽസ്. അല്ലെങ്കിൽ എന്താണ്, ഇപ്പം ലീസ് റെന്റൽസ് മാർക്കറ്റ് റേറ്റ് ഓഫ് റെന്റൽസ് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് എഗ്രിമെന്റ് മോഡിഫൈ ചെയ്യാനായിട്ട് ലെസർ പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ലീസ് മോഡിഫൈ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, കൺസിഡറേഷൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പം ചേഞ്ച് ഇൻ കൺസിഡറേഷൻ അങ്ങനെ വരാം. ഓക്കെ, അങ്ങനെ ഇൻക്രീസ് ഇൻ കൺസിഡറേഷൻ വരാം, ഡിക്രീസ് ഇൻ കൺസിഡറേഷൻ വരാം. ഇത് രണ്ടാണെങ്കിലും വളരെ സിമ്പിൾ ആണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. എന്ത് ചെയ്യണം, പുതിയ ടേംസ് പ്രകാരം എന്താണോ ലീസ് ലയബിലിറ്റി വരിക, പ്രസന്റ് വാല്യൂ ഓഫ് റിമൈനിങ് ലീസ് പേയ്മെന്റ്സ് ഓവർ ദി ലീസ് ടേം, അതെന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലീസ് ലയബിലിറ്റി കണ്ടുപിടിക്കുന്നു. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു റീമെഷർ ദി ലീസ് ലയബിലിറ്റി. ഈ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് റീമെഷർ ചെയ്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും, ഒരു പുതിയ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് കിട്ടും. ഈ പുതിയ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ടും നമ്മുടെ ബുക്സിൽ ഓൾറെഡി ഉള്ള ക്യാരിയിങ് എമൗണ്ടും നമ്മൾ കമ്പയർ ചെയ്യുക. ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യണം, റിവേഴ്സ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്ത് കളയുക. ലീസ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. അതിന്റെ കറസ്പോണ്ടിങ്, ആ എൻട്രിയുടെ കറസ്പോണ്ടിങ് ഇമ്പാക്ട് ROU അസറ്റിന് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ബുക്സിൽ ഒരു ലീസിന്റെ റിലേറ്റഡ് ആയിട്ട് ROU അസറ്റിന്റെ വാല്യൂ ഫോർ എക്സാമ്പിൾ ഇറ്റ് വാസ് 5 lakh and lease liability was 6 lakhs. Lease liability was 6 lakh. ഈ സിറ്റുവേഷനിൽ എന്ത് സംഭവിച്ചു, ഈ സിറ്റുവേഷനിൽ there is a modification. ആ മോഡിഫിക്കേഷൻ ഇമ്പാക്ട് കൊണ്ട് ഫസ്റ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ലീസ് റെന്റൽസ്, ലീസ് ലയബിലിറ്റി എന്താണ് ഇൻക്രീസ് ചെയ്തു. 6,50,000 ആണ് പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് ലയബിലിറ്റി, ലീസ് പേയ്മെന്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇതാണ് സർക്കംസ്റ്റൻസ് എങ്കിൽ എന്ത് ചെയ്യണം, 6 lakhs ആണ് ബുക്കിലുള്ള വാല്യൂ, 6,50,000 ആണ് നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ. വി ഹാവ് ടു ഇൻക്രീസ് ദ ലീസ് ലയബിലിറ്റി ബൈ 50,000. സോ നമ്മൾ എന്ത് ജേർണൽ എൻട്രി പാസ് ചെയ്യും, ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലയബിലിറ്റി എത്രയാണ്, 50,000. ദിസ് ഇസ് യുവർ ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്താണ്, നമ്മൾ നോക്കിയപ്പോ എന്താണ്, ലീസിന്റെ ലയബിലിറ്റി കുറച്ചു. ഇപ്പൊ എന്താണ്, ലീസ് വേവ് ചെയ്തു, ലീസ് റെന്റൽ വേവ് ചെയ്തു. അപ്പൊ എന്താണ്, അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്റെ ലീസ് ലയബിലിറ്റി ഹാസ് ഡിക്രീസ് ടു 5,25,000 എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത്, ഇപ്പം ബുക്സിൽ 6 ലക്ഷം രൂപയുണ്ട്, 5,25,000 എത്തിക്കണം. സോ ഐ ഹാവ് ടു ഡീറെക്കഗ്നൈസ് 75,000 ഫ്രം ദിസ് ലീസ് ലയബിലിറ്റി. അപ്പൊ എന്റെ ജേർണൽ എൻട്രി എന്തായിരിക്കും, ലീസ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ ടു ROU asset. I will reduce 75,000. Okay, ഇതാണ് നമ്മുടെ ഏത് മോഡിഫിക്കേഷൻ, ചേഞ്ച് ഇൻ കൺസിഡറേഷൻ വന്നാലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ സർക്കംസ്റ്റൻസ് എന്താണ്, നമുക്ക് ലീസ് മോഡിഫിക്കേഷൻ കൊണ്ട് ലീസ് ടേം ചേഞ്ച് ചെയ്യാം. ലീസ് ടേം ചേഞ്ച് ചെയ്താൽ വാട്ട് ഷുഡ് ബി ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ലീസ് ടേം ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുക, ഒറിജിനൽ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്ന ലീസ് ടേം അല്ലാതെ വി ആർ ചേഞ്ചിങ് ഇറ്റ്. നമ്മൾ ചിലപ്പോൾ ലീസ് ടേം ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, 10 വർഷത്തെ ലീസ് എന്ന് പറഞ്ഞിരുന്ന 14 വർഷമായിട്ട് ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ എന്ത് ചെയ്തു, 10 വർഷത്തെ ലീസ് എന്ന് പറഞ്ഞ് 8 വർഷമായിട്ട് ഡിക്രീസ് ചെയ്തു. ഓക്കെ,
ഇതാണ് സിറ്റുവേഷൻ. അല്ലെങ്കിൽ എന്താണ്, സ്കോപ്പ് റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്തത്. ഓക്കെ, സ്കോപ്പ് റെഡ്യൂസ് ചെയ്യുവാണ് ചെയ്തത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം. ഇതിൽ ലീസ് ടേം ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ഇപ്പൊ കണ്ട സെയിം ട്രീറ്റ്മെന്റ് ആണ്. ലീസ് ലയബിലിറ്റിനെ നമ്മൾ റീമെഷർ ചെയ്യണം. ആ റീമെഷർ ചെയ്യുമ്പം എന്താണോ ഇൻക്രീസ് വരുന്നത്, ആ ഇൻക്രീസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അക്കൗണ്ട് ചെയ്യും. അങ്ങനെ ROU അസറ്റ് ലീസ് ലയബിലിറ്റി ജേണൽ എൻട്രി പാസ് ചെയ്ത് ഇൻക്രീസ്, ചേഞ്ച് ഇൻ ലീസ് ടേം ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ അക്കൗണ്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെ റീമെഷർ ചെയ്യുമ്പം ലീസ് മോഡിഫിക്കേഷനിൽ എപ്പോഴും ആലോചിക്കുക, യു ഹാവ് ടു യൂസ് ദി റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ്. ഒറിജിനൽ ഡിസ്കൗണ്ട് റേറ്റ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷനെ വരുന്നില്ല, റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ് ആയിരിക്കും ഇങ്ങനെ റീമെഷർമെന്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇനി ചേഞ്ച് ഇൻ ലീസ് ടേം എന്ന് പറയുന്നത് ഇൻക്രീസ് അല്ല ഡിക്രീസ് ആണ്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്കോപ്പ് വന്നു അത് ഡിക്രീസ് ആണ്. ഇതാണ് സിറ്റുവേഷൻ എങ്കിൽ മാത്രം നമുക്ക് അവിടെ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റിന് ആവശ്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒറിജിനലി കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നതിൽ നിന്നും നമ്മളുടെ എന്താണ് സ്കോപ്പ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്ന ടേംസിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വന്നുകൊണ്ട് എന്താണ് ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10 വർഷം അസറ്റ് അവൈലബിൾ ആവുന്ന 8 വർഷമായിട്ട് റെഡ്യൂസ്ഡ് ആയി. അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ്, ഒരു ബിൽഡിംഗ് ലീസിന് എടുത്താണ് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് ലീസിന് എടുത്താണ്, അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് റെഡ്യൂസ് ആയാൽ നേരത്തേതിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബെനിഫിറ്റ് റെഡ്യൂസ്ഡ് ആയി. ഈ സിറ്റുവേഷനിൽ അപ്പൊ എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ടേംസ് അനുസരിച്ച് നമ്മൾ മുഴുവൻ എമൗണ്ട് ലീസ് ലയബിലിറ്റി ഇവിടെ റെക്കഗ്നൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതില് ഇനി എത്രയാണോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പോണന്റ് ഉള്ളത്, പറ്റുന്ന പീരീഡ് ഉള്ളത്, അത്രയും പീരീഡിന് മാത്രം ബുക്സിൽ നിന്നാൽ മതി. അതായത് ഒരു പാർഷ്യൽ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ആ പാർഷ്യൽ ടെർമിനേഷൻ കൊണ്ട് എത്രയാണോ ബുക്സിൽ നിന്ന് എടുത്തു കളയേണ്ട പോർഷൻ അത് നമ്മൾ ആദ്യം എടുത്തു കളയണം. അത് കഴിഞ്ഞേച്ചാണ് ബാക്കിയുള്ള മോഡിഫിക്കേഷൻ, കൺസിഡറേഷനിലോ വേറെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് നോക്കുവാണ്, നമ്മൾ ചേഞ്ച് ഇൻ സ്കോപ്പ്, ചേഞ്ച് ഇൻ ടേം എന്നാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് എത്രയാണ് പുതിയ ടേംസ് പ്രകാരം, ഇപ്പൊ വന്നേക്കുന്ന ടേംസ് പ്രകാരം ഒറിജിനലി റെക്കോർഡ് ചെയ്തത് പ്രകാരം ഉള്ളതിൽ നിന്ന് റീറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന കോമ്പോണന്റ്. ഓക്കെ, ഒറിജിനലി എത്രയാണോ എമൗണ്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതിൽ എത്ര പോർഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യണം, ബാലൻസ് എത്ര നമ്മൾ റിവേഴ്സ് ചെയ്യണം, ഇതാദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ആ റിവേഴ്സ് ചെയ്യുമ്പം എന്താണോ വരുന്ന ഒരു ഡിഫറൻസ് എന്തെങ്കിലും വന്നാൽ ആ എമൗണ്ടിനെ നമ്മൾ P&Lലേക്ക് വിടണം. അതിനുശേഷം കൺസിഡറേഷനോ വേറെ എന്തെങ്കിലും ചേഞ്ച് ആവുന്നതനുസരിച്ച് ലീസ് ലയബിലിറ്റി ഒന്നുകൂടി റീമെഷർ ചെയ്യണം, ആ റീമെഷർമെന്റ് ഇമ്പാക്ട് ചെയ്യണം. ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ വരും. ഏത്, ചേഞ്ച് ഇൻ ടേം ഡിക്രീസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്കോപ്പ് വന്നാല്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഫോർ എക്സാമ്പിൾ ഞാൻ എന്താണ് എന്റെ സിറ്റുവേഷൻ, സെയിം സിറ്റുവേഷൻ തന്നെ എടുക്കാം. ദർ ഇസ് എ ലീസ് ഫോർ വിച്ച് ദർ ഇസ് ആൻ ROU അസറ്റ്. എന്റെ അടുത്ത് ROU അസറ്റിന്റെ വാല്യൂ ഉള്ളത് ഒരു 5 ലക്ഷം രൂപയാണ്. ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ ഉള്ളത് എന്റെ ബുക്കിൽ 6 ലക്ഷം രൂപയാണ്. ഓക്കെ, ഈ ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ 5000 സ്ക്വയർ ഫീറ്റ് സ്പേസ് ലീസിന് എടുക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്തു, കൊറോണ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പം ഐ ഹാഡ് ഡിക്രീസ് ദ സ്കോപ്പ് ടു 3000 സ്ക്വയർ ഫീറ്റ്. എനിക്ക് ഇത്ര ഒന്നും ആവശ്യം വരില്ല, എന്റെ ബിസിനസിനെ നന്നായിട്ട് അഫക്ട് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ലീസ് ടേം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലെസറോട് പറഞ്ഞു. അപ്പൊ എന്താണ്, ലെസർ റെഡ്യൂസ് ചെയ്യാമെന്ന് സമ്മതിച്ചു. വേറെ ആർക്കെങ്കിലും ഞാൻ ബാക്കിയുള്ള സ്പേസ് റെന്റിന് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 3000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചേ, ഒറിജിനലി ഉണ്ടായിരുന്നതിന്റെ 60% സ്പേസ് മാത്രമേ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ഇനി ബുക്സിൽ നിർത്തുന്നുള്ളൂ, ഇനി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഈ 60% ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം നമ്മുടെ ROU അസറ്റിൽ നിന്നാൽ മതി. അപ്പൊ എത്ര നമ്മുടെ ബുക്സിൽ നിന്നാൽ മതി, 3 lakh rupees ബുക്സിൽ നിന്നാൽ മതി. 2 lakh rupees നമ്മൾ ബുക്സിൽ നിന്ന് എടുത്തു കളയണം. ശരിയാണല്ലോ. അതുപോലെ തന്നെ ലീസ് ലയബിലിറ്റി നോക്കിയാൽ, ലീസ് ലയബിലിറ്റി സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ 3,60,000, 6 lakhന്റെ 60% ബുക്കിൽ നിന്നാൽ മതി. ബാലൻസ് 2,40,000 ബുക്കിൽ നിന്ന് എടുത്തു കളയണം. ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഈ കോമ്പോണന്റിനെ എടുത്തു കളയണം. അപ്പൊ ഇത് രണ്ടും ഞാൻ എടുത്തു കളയുമ്പം എന്ത് ചെയ്യണം, ഞാൻ എന്തായിരിക്കും പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി, ലീസ് ലയബിലിറ്റി 2,40,000 കുറയണം. therefore ലീസ് ലയബിലിറ്റി അക്കൗണ്ട് ഡെറ്റർ 2,40,000. to ROU asset 2 lakh.
സോ ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ആ ഡിഫറൻസ് ടു P&L 40,000. ഓക്കെ, ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്ലി എന്ത് ചെയ്തു, ഈ 3000 സ്ക്വയർ ഫീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തപ്പം എനിക്ക് പണ്ട് വന്നുകൊണ്ടിരുന്ന ലീസ് പേയ്മെന്റ്സ് മാത്രമല്ല, അയാൾ എന്ത് ചെയ്തു, ലീസ് പേയ്മെന്റ്സിൽ ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഡിക്രീസ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ ഒന്നുകൂടി എന്റെ ലീസ് ലയബിലിറ്റി റീമെഷർ ചെയ്ത് നോക്കി. അല്ലെങ്കിൽ എന്താണ്, എന്റെ ഡിസ്കൗണ്ട് റേറ്റ് ഇപ്പൊ മാറിയിട്ടുണ്ട്. സോ ഇങ്ങനെ പല ഫാക്ടേഴ്സ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ എന്താണ് ലീസ് ലയബിലിറ്റിനെ ഒന്ന് റീമെഷർ ചെയ്ത് നോക്കി. അപ്പം ഇപ്പം ഉള്ള 3000 സ്ക്വയർ ഫീറ്റിലെ റിമൈനിങ് ലീസ് പേയ്മെന്റ്സ് നോക്കിയാൽ പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് ലയബിലിറ്റി എനിക്ക് എത്രയാണുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഫോർ എക്സാമ്പിൾ ഒരു 4,10,000 രൂപ എനിക്കിപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് ലയബിലിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. എന്റെ ബുക്സിലെ ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ 6 ലക്ഷമായിരുന്നു. ഇതിൽ നിന്ന് 2,40,000 റെഡ്യൂസ് ചെയ്തിട്ട് ഇപ്പം എന്റെ ബുക്സിൽ നോക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ എത്രയോ വന്നാ നിൽക്കുന്നേ, 3,60,000 വന്നാ നിൽക്കുന്നേ. ഇപ്പൊ ഞാൻ PV ഓഫ് ലീസ് ലയബിലിറ്റി കണ്ടുപിടിച്ചപ്പോ എത്ര വന്നു, 4,10,000 വന്നു. അപ്പൊ എന്ത് ചെയ്യണം, ഇതിന്റെ ഇമ്പാക്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യണം. സോ ലീസ് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് 4,10,000 360 നിന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി ഒരു ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്തായിരിക്കും ജേർണൽ എൻട്രി, ലീസ് ലയബിലിറ്റിനെ ഇൻക്രീസ് ചെയ്യണം, അതിന്റെ കറസ്പോണ്ടിങ് എന്താണ് ഇമ്പാക്ട് ROU അസറ്റിലേക്ക് പോകണം. സോ ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ, ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലയബിലിറ്റി എത്ര വരും, 50,000 വെച്ച് we will pass the journal entry. സോ ഈ കേസിൽ എന്റെ ROU അസറ്റിന്റെ റിവൈസ്ഡ് എമൗണ്ട് എന്തായിരിക്കും, ഞാൻ നോക്കിയാൽ 5 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 പോയി, അപ്പൊ 3 വന്നു. 3ന്റെ കൂടെ 50 കൂടി നമ്മൾ ആഡ് ചെയ്തു. therefore എത്ര വന്നു, എന്റെ ROU അസറ്റിന്റെ വാല്യൂ 3,50,000 now. ഓക്കെ, ഇനി എന്റെ ലീസ് ലയബിലിറ്റിയുടെ എമൗണ്ട് നോക്കുവാണെങ്കിലോ, എന്റെ ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 6 ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2,40,000 പോയി 360 വന്നു. അതിന്റെ കൂടെ പിന്നെയും ഒരു 50 കൂടി അഡീഷണൽ ലയബിലിറ്റി റീമെഷർമെന്റിൽ റെക്കഗ്നൈസ് ചെയ്തു. സോ അങ്ങനെ 4,10,000 രൂപ ലീസ് ലയബിലിറ്റി വന്നു. ഇതാണ് ഡിക്രീസ് ഇൻ സ്കോപ്പ്, ഡിക്രീസ് ഇൻ ലീസ് ടേം ഒക്കെ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട അക്കൗണ്ടിങ് മെത്തഡോളജി. എത്രയാണ് ബുക്സിൽ റീറ്റെയിൻ ചെയ്യേണ്ട കോമ്പോണന്റ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് ബാലൻസ് എത്ര ഡി റെക്കഗ്നൈസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുക. അത് ഡി റെക്കഗ്നൈസ് ചെയ്യാനുള്ള എൻട്രിയിലെ ഗെയിൻ ഓർ ലോസ് എന്താണോ വരുന്നത് അത് P&L വിടുക. ദെൻ വീണ്ടും നമ്മൾ ലയബിലിറ്റി റീമെഷർ ചെയ്യുക യൂസിങ് റിവൈസ്ഡ് ഡിസ്കൗണ്ട് റേറ്റ്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രസന്റ് വാല്യൂ ഓഫ് ലീസ് പേയ്മെന്റ്സ് എന്താണോ അതും ഇപ്പം ബുക്സിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന കോമ്പോണന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ വീണ്ടും റെക്കഗ്നൈസ് ചെയ്യണം. അതിന് ROU അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ലീസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ഇനി റിമൈനിങ് യൂസ്ഫുൾ ലൈഫിൽ ROU അസറ്റിനെ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുക. ഇപ്പം ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത ഡിസ്കൗണ്ട് റേറ്റ് എന്താണോ ആ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലീസ് ലയബിലിറ്റി ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡിൽ അക്കൗണ്ട് ചെയ്യുക. സോ ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണ്, മൂന്നാമത്തെ സിറ്റുവേഷൻ ചേഞ്ച് ഇൻ സ്കോപ്പ് ഇൻക്രീസ് വരാം. ഓക്കെ, ചേഞ്ച് ഇൻ ഒരു സ്കോപ്പ് ഇൻക്രീസ് വരാം. സ്കോപ്പ് ഇൻക്രീസ് വന്നാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഇസ് ഫെയർലി സിമ്പിൾ. എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് സ്കോപ്പ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഇക്വലന്റ് ആയിട്ട് സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ്, അതിന്റെ എത്രയാണോ സ്കോപ്പ് ഇൻക്രീസ് ചെയ്തത് അതിന്റെ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത്രയും തന്നെ ലീസ് പേയ്മെന്റ്സിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ലീസ് എടുക്കുന്നതും ഈ മോഡിഫിക്കേഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ആ മോഡിഫിക്കേഷനെ പുതിയ ലീസ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക, പുതിയൊരു ROU അസറ്റ് വന്നതായിട്ട് അക്കൗണ്ട് ചെയ്യുക. സ്കോപ്പ് ഇൻക്രീസ് ചെയ്തു, അതിന്റെ തന്നെ കമൻഷറേറ്റ് ഇൻക്രീസ് എന്തിലുണ്ടെങ്കിൽ ലീസ് പേയ്മെന്റ്സിൽ ഉണ്ടെങ്കിൽ, സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് വെച്ചിട്ടുള്ള ഇൻക്രീസ് ലീസ് പേയ്മെന്റ്സിൽ ഉണ്ടെങ്കിൽ. അതല്ല സിറ്റുവേഷൻ, ഇൻക്രീസ് വന്നു കമൻഷറേറ്റ് ഇൻക്രീസ് ബൈ സ്റ്റാൻഡ് ലോൺ സെല്ലിംഗ് പ്രൈസ് അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലീസ് മോഡിഫിക്കേഷൻ ആയിട്ട് സാധാ ഒരു ലീസ് മോഡിഫിക്കേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യണം. ലീസ് ലയബിലിറ്റിനെ റീമെഷർ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, എന്താണോ ഇമ്പാക്ട് അത് ROU അസറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് നമ്മൾ നോക്കുവാണെങ്കിൽ lease modification accounting treatment. There are three or four questions which is given in your material which are most crucial because ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറച്ചുകൂടി എന്താണ് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഏരിയ ആണ്. ബിക്കോസ് എന്താണ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ, എക്സാമിന് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം
ഒരു ലീസിന്റെ ടേംസ് തരും. അതനുസരിച്ച് ഇനീഷ്യലി എന്ത് വാല്യൂ വരും എന്ന് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം ഈ ലീസിന്റെ മോഡിഫിക്കേഷൻ നടത്തുന്ന ഡേറ്റില് അതുവരെയുള്ള സബ്സീക്വന്റ് മെഷർമെന്റിന്റെ പ്രിൻസിപ്പിൾസ് നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾ എത്രയാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിവ് ചെയ്ത് വരും. അതിനുശേഷം ആണ് നമുക്ക് എന്ത് കിട്ടുക, ഈ ഒരു രണ്ട് വാല്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലേ, ROU അസറ്റിന്റെ വാല്യൂ അതുപോലെ തന്നെ ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ, ഇതിലേക്ക് നിങ്ങൾക്ക് അറൈവ് ചെയ്യാൻ പറ്റും. ഇത് അറൈവ് ചെയ്തതിന് ശേഷം ഒരു റീ അസസ്മെന്റിന്റെ അല്ലെങ്കിൽ മോഡിഫിക്കേഷന്റെ ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ കണ്ടുപിടിക്കാനായിട്ടുള്ള സെപ്പറേറ്റ് കമ്പ്യൂട്ടേഷൻസിന് പോകണം. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, മോഡിഫിക്കേഷൻ അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി. മോഡിഫിക്കേഷൻ അക്കൗണ്ടിങ്ങിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ they can test you on ഇനീഷ്യൽ മെഷർമെന്റ്, സബ്സീക്വന്റ് മെഷർമെന്റ്, മോഡിഫിക്കേഷൻ, 3 ആംഗിൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ചുകൂടി ഫേവറേറ്റ് ഏരിയ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷന്റെ ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. സോ നിങ്ങൾക്ക് ഇതിന്റെ ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ അക്കൗണ്ടിങ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. സോ അതും ട്രാൻസാക്ഷൻ പ്രൊവിഷൻസ് കൂടിയാണ് നമുക്ക് നോക്കാനായിട്ടുള്ള ഏരിയ. സോ സെയിൽ ആൻഡ് ലീസ് ബാക്ക് ട്രാൻസാക്ഷൻ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നോക്കാൻ പോകുന്നത്.